കാരണം ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് ഇനി പ്രതിനിധിയെ നിശ്ചയിക്കാൻ ഒരുങ്ങുന്നത്. അനു, ഗുഡ് മോർണിംഗ്, നമസ്തേ. അത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത് ഇന്ന് കേരള സർവകലാശാലയിലെ സെനറ്റ് യോഗമാണ്. ഇതിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത പുതിയ അംഗങ്ങൾ കൂടി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ ആദ്യത്തെ യോഗമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം പുതിയ 11 അംഗങ്ങളെ കേരള സർവകലാശാലയിലേക്ക് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നോമിനേറ്റ് ചെയ്തതിന് പിന്നാലെ SFI കടുത്ത രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിരുന്നു. സെനറ്റ് അംഗങ്ങളും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒക്കെ തന്നെ പ്രതിഷേധം വലിയ രീതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസിന്റെ സുരക്ഷ VC ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ അംഗങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയിൽ സുരക്ഷ ഉറപ്പാക്കാമെന്നുള്ള സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ യോഗം ചേരുന്നത്. രാവിലെ 11 മണിയോടെ കൂടിയാണ് യോഗം ആരംഭിക്കാൻ പോകുന്നത്. 11 മണിക്ക് ഈ അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 106 സെനറ്റ് അംഗങ്ങളാണ് ഈ യോഗത്തിൽ മൊത്തമായി പങ്കെടുക്കുക. അതിൽ കോറം തികയാൻ 1/3 അംഗങ്ങൾ വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ സർക്കാരിന്റെ പ്രതിനിധികൾ എന്നുള്ള അല്ലെങ്കിൽ ഔദ്യോഗിക അംഗങ്ങൾ, ഒപ്പം തന്നെ ഗവർണറുടെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള അംഗങ്ങൾ, ചാൻസലറുടെ നോമിനേറ്റഡ് അംഗങ്ങൾ, ഒപ്പം തന്നെ UDF അംഗങ്ങൾ മാത്രം വന്നാൽ തന്നെ കോറം തികയാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. സ്വാഭാവികമായും CPM-ന്റെ അംഗങ്ങൾ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്ന കാര്യം. പ്രതിഷേധം CPM അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സർവകലാശാല ഭേദഗതി ബില്ലടക്കം തീരുമാനമാകാത്ത സാഹചര്യത്തിൽ, ഒപ്പം തന്നെ ചാൻസലർ അത് അംഗീകാരം നൽകാതെ രാഷ്ട്രപതിക്ക് അയച്ചൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിലൊരു തീരുമാനമാകാതെ ഇത്തരത്തിലൊരു പ്രതിനിധിയെ, പ്രത്യേകിച്ച് VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിനിധിയെ കേരള സർവകലാശാല നൽകേണ്ടതില്ല എന്നൊരു നിലപാടാണ് CPM അംഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടിൽ തന്നെ തുടരാൻ തന്നെയാണ് CPM അംഗങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരും അത്തരത്തിലൊരു നിലപാട് CPM-നെ അറിയിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളടക്കം കാർഷിക സർവകലാശാലയിൽ സമാനമായി യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ അംഗങ്ങളെ തീരുമാനിക്കാതെ അല്ലെങ്കിൽ നോമിനേറ്റഡ് പ്രതിനിധികളെ അറിയിക്കാതെ ആ യോഗം പിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. നാളെ ഇനി കുസാറ്റ് ഉൾപ്പെടെയുള്ള ഈ സർവകലാശാലകളിൽ വരും ദിവസങ്ങളിലൊക്കെ തന്നെ യോഗം ചേരുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട അംഗങ്ങളെ നൽകേണ്ട അല്ലെങ്കിൽ ബില്ലിൽ ഔദ്യോഗിക തീരുമാനം വരാതെ മുൻപോട്ട് പോകേണ്ട എന്നൊരു നിലപാടാണ് നിലവിൽ CPM അംഗങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. UDF അംഗങ്ങളും ഔദ്യോഗിക അംഗങ്ങളും ഏത് തരത്തിലുള്ള നിലപാടിനി ഈ യോഗത്തിൽ അറിയിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും നിലവിൽ ഇന്ന് മറ്റ് അജണ്ടകളൊന്നുമില്ല. ഈ സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാല പ്രതിനിധിയെ നിശ്ചയിക്കുക മാത്രമാണ് ഈ യോഗത്തിന്റെ അജണ്ടയിൽ ഉള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. മറുഭാഗത്ത് സമാനമായി തന്നെ പോലീസിന്റെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സുരക്ഷ ഔദ്യോഗികമായി ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ അംഗങ്ങൾ ആദ്യമായിട്ട് സർവകലാശാലയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് കാലിക്കറ്റ് സർവകലാശാലയിലടക്കം SFIയുടെ പ്രതിഷേധം ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള ഉന്തും തല്ലും തർക്കവും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. സമാനമായ സാഹചര്യം കേരള സർവകലാശാലയിലും ഇന്നുണ്ടാകാനുള്ള സാധ്യതകൾ കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് VC മോഹൻ കുന്നുമ്മേൽ ഇത്തരത്തിൽ പോലീസിന്റെ സുരക്ഷ വേണമെന്നൊരു ആവശ്യം അറിയിക്കുന്നത്. സമാനമായി തന്നെ ഇന്നലെ ആ കേസ് ഹൈക്കോടതിയിൽ വരുമ്പോൾ ഹൈക്കോടതിയിലും സർക്കാർ രേഖാമൂലം സുരക്ഷ ഉറപ്പാക്കും, യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഏത് തരത്തിൽ ഇനി പ്രാവർത്തികമാക്കുമെന്നുള്ളത് ഇന്ന് രാവിലെ 11 മണിക്ക് കണ്ടറിയാം. എന്തായാലും ഔദ്യോഗികമായ ഒരു പ്രതിനിധിയെ കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷ ഈ യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മറിച്ച് പ്രതിഷേധങ്ങൾക്ക് വഴി ഒരു ഭാഗത്തുണ്ടാകും. അതേസമയം തന്നെ ഇന്നത്തെ യോഗം തീരുമാനമാക്കാതെ പിരിയുകയാണെങ്കിൽ ഒരുപക്ഷെ ഗവർണർ ഇനി എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിർണായക നടപടികൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് താൽക്കാലിക VC-മാരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ നടപടി കടുപ്പിക്കുമെന്നുള്ളതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിട്ടുള്ളത്. ഒരു അന്ത്യശാസനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ യോഗം ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 106 അംഗങ്ങളുള്ള ഈ ഒരു സെനറ്റ് യോഗത്തിൽ എത്ര അംഗങ്ങൾ കൂടി ഇനി CPM-ന്റെ ഭാഗത്തുനിന്ന് പങ്കെടുക്കുമെന്നുള്ളതാണ് ഔദ്യോഗികമായി അറിയേണ്ടതാനും. ശാലിനി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സമാനമായി ഇന്ന് ഈ കേരള യൂണിവേഴ്സിറ്റി യോഗത്തിലും ഈ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും ഹൈക്കോടതി നിർദ്ദേശമൊക്കെ ഉള്ള സ്ഥിതിക്ക് വലിയ രീതിയിലുള്ള കനത്ത പോലീസ് സുരക്ഷ തന്നെ അവിടെ ഉണ്ടാവുമല്ലോ. പക്ഷേ കേരളം ചർച്ച ചെയ്യുന്നത് മറ്റൊരു കാര്യം കൂടിയാണ് ശാലിനി. കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗമാണ് നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ഏറ്റവും നിർണായകമായ ദേവാലയങ്ങളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വിദ്യാലയ ഇടങ്ങളിലേക്കാണ് ഇത്തരത്തിലുള്ള ബഹളങ്ങളുമായി ഭരണകക്ഷി തന്നെ രംഗത്ത്
രംഗത്ത് എത്തുന്ന ഒരു കാഴ്ച. വിദ്യാഭ്യാസ രംഗത്ത് ഒരുപക്ഷെ ഈ കേരളം നമ്പർ 1 ആണെന്ന് ഊറ്റുകൊള്ളുന്ന ഒരു സാഹചര്യം, ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ കൂപ്പുകുത്തുന്നതും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കണ്ടിട്ടുണ്ട് സർവകലാശാലകളുടെ അധിപൻ ഗവർണറാണ്, ചാൻസലറാണ്. ചാൻസലർക്കെതിരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേരള സർവകലാശാല മുതൽ കാലിക്കറ്റ് സർവകലാശാല വരെയുള്ള വിവിധ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ബാനറുകളും പ്ലക്കാർഡുകളും പോസ്റ്ററുകളും ഒക്കെ തന്നെ ഉയർത്തി SFI പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. സമാനമായി തന്നെയാണ് ഈ പുതിയ സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളെ ഒക്കെ തന്നെ കണ്ടെത്തുന്ന സമയത്തും അത്തരത്തിലുള്ള പ്രതിഷേധം അറിയിച്ചത്. സർവകലാശാല പ്രതിനിധികളെയും ഒപ്പം തന്നെ ചാൻസലറുടെ പ്രതിനിധികളെയും ഒക്കെ തന്നെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സമാനമായി തന്നെയാണ് അത് സൂചിപ്പിച്ചതുപോലെ തന്നെ സർവകലാശാലകളും വിദ്യാലയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മികവിന്റെ കേന്ദ്രങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന മന്ത്രിമാരും നേതാക്കന്മാരുമുള്ള സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നത്തെ യോഗം ഏറെ നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം 8-ലധികം സർവകലാശാലകളിലാണ് സംസ്ഥാനത്ത് VC-മാരില്ലാതെ താൽക്കാലിക VC-മാർ തുടരുന്നത്. ഇത് അവിടുത്തെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്, അക്കാഡമിക് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ മനസ്സിലാക്കാതെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ സഹകരിക്കാതെ നിസ്സഹകരണം തുടരുന്ന SFIയും CPM അംഗങ്ങളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പുനർനിയമന ഹർജിയുമായി ബന്ധപ്പെട്ട് കേസൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ പൂർണ്ണ അധികാരം ഇത്തരത്തിൽ VC നിയമനവുമായി മുന്നോട്ട് പോകാനുള്ള അധികാരം ചാൻസലർ കൂടിയായ ഗവർണർക്കാണ് എന്നുള്ള കൃത്യമായ മറുപടി സുപ്രീം കോടതി തന്നെ നൽകിയിട്ടുണ്ട്. ആ ഒരു നടപടി അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് ഗവർണർ നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VC-യെ നിയമിക്കാനുള്ള പൂർണ്ണ അധികാരം ചാൻസലർക്കാണ് എന്നുള്ള ആ ഒരു നടപടി അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. അതിന്റെ ഭാഗമായി ഗവർണർ മുന്നോട്ട് നീങ്ങുകയാണ്. അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ തിരസ്കരിക്കാൻ മറ്റ് സർവകലാശാലയിലെ പ്രതിനിധികൾ, പ്രത്യേകിച്ച് CPM അംഗങ്ങളൊക്കെ തന്നെ നേരിടുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ VC നിയമന നടപടികൾ ഇനി കോടതി കയറുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് 3 പേരാണ് ആ ഒരു സെർച്ച് കമ്മിറ്റിയിലേക്ക് വേണ്ടത്. ഒന്ന് സർവകലാശാല പ്രതിനിധി, UGC പ്രതിനിധി, സ്വാഭാവികമായും ഗവർണറുടെ പ്രതിനിധി. ഇതിൽ സർവകലാശാല പ്രതിനിധിയാണ് നിലവിൽ ഇപ്പോൾ മിക്ക സർവകലാശാലകളിലും ആകാതെ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം കാർഷിക സർവകലാശാലയിൽ സമാനമായി യോഗം ചേർന്നിരുന്നു. ആ യോഗവും കൃത്യമായി VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ കണ്ടെത്താനാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ഈ മറ്റ് സർവകലാശാലകളിൽ യോഗം നടക്കുന്നുണ്ട്. ഇതിലൊരു കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ 17-ാം തീയതിയോട് കൂടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നത്. ആ മടങ്ങിയെത്തിയതിനു ശേഷം അദ്ദേഹം സ്വീകരിക്കുന്ന നടപടികൾ ഏറെ നിർണായകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നടപടികൾ ഒരുപക്ഷെ തലസ്ഥാനത്തെ കേരള സർവകലാശാല ഉൾപ്പെടെ വിവിധ സർവകലാശാലകളുടെ VC-മാർ നേരിടുന്ന കടുത്ത നടപടി കൂടി ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ലാലോ. ശരി ശാലിനിയാണ് വിശദമായ റിപ്പോർട്ട് നൽകുന്നത്.